ഈ വരുന്ന ഓണ പരീക്ഷയ്ക്ക് മോഷൻ ആൻഡ് സ്ട്രേറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഒരൊറ്റ ചോദ്യം പഠിച്ച് 4 മാർക്ക് സെറ്റ് ആക്കിയാലോ? ഒന്ന് സോ മക്കളെ, വെൽക്കം ടു എഡ്യൂഫോർഡ്. സോ നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ഈ ഒരു ചാനലിൽ നല്ല ഫുൾ സെറ്റ് ആയിട്ട് വരാൻ പോവാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ലൈവും വൺ ഷോട്ട് വീഡിയോസും പിന്നെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ഓണ പരീക്ഷയുടെ കാര്യം നമ്മൾ സെറ്റാക്കാം. സോ നേരെ നമുക്ക് ഒരൊറ്റ ചോദ്യം നോക്കാം. രണ്ട് ചോദ്യങ്ങളായിട്ടാണ് ചോദിക്കുന്നത്. ഏത് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി ഹാവിംഗ് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u ഫ്രം ദ ഗ്രാഫ്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഫ്രം ദ ഗ്രാഫ് ഡിറൈവ് ദ പൊസിഷൻ ടൈം റിലേഷൻ. ഇവനാണ് മെയിൻ സാധനം. അപ്പൊ ഏറ്റവും നമുക്ക് ചോദ്യം ഇരുത്തി വായിച്ചു നോക്കിയാലോ. ഡ്രോ ദ ഏത് ഗ്രാഫാണ് സാറേ ചോദിച്ചത്? വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് ഇതേപോലെ ഒരു എക്സ് ആക്സും വൈ ആക്സും ഉണ്ട്. പക്ഷെ ഇതിൽ ഏത് എക്സ് ആക്സും വൈ ആക്സും? നമുക്ക് ഇതേപോലെ ഒരു ഗ്രാഫ് തരികയാണെങ്കിൽ ആ ഗ്രാഫിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന ആള് എപ്പോഴും ഏത് ആക്സിലായിരിക്കും? വൈ ആക്സിലായിരിക്കും. വെലോസിറ്റി ടൈം, വെലോസിറ്റി അല്ലേ ഏറ്റവും ആദ്യം. അപ്പൊ വെലോസിറ്റി എപ്പോഴും ഏത് ആക്സിലാണ്? ഈ കേസിൽ നമ്മുടെ വൈ ആക്സിൽ. രണ്ടാമത് പറഞ്ഞ ആളാരാ? വെലോസിറ്റി ടൈം. ആ ടൈം എപ്പോഴും ഏത് ആക്സിലായിരിക്കും? എക്സ് ആക്സിലായിരിക്കും. കഴിഞ്ഞ പരിപാടി. എന്നാൽ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ആരുടെ ചോദിച്ചത്? ഒരു ബോഡി ഹാവിംഗ് യൂണിഫോംലി ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മുടെ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അത് യൂണിഫോം ആക്സിലറേഷൻ ചെയ്തിട്ടാണ്. അപ്പൊ സാർ എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ പറയുക, ഇവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? ആ ഒരു ബോഡിയുടെ ഏറ്റവും ആദ്യത്തെ സമയം 0 സെക്കൻഡ് ആവുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാ? ആദ്യത്തെ വെലോസിറ്റി എത്രയാ? 0. ഒറിജിനല്ലേ ആദ്യത്തെ വെലോസിറ്റി. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ, ഇനീഷ്യൽ വെലോസിറ്റി. അതിനകത്ത് ഇനീഷ്യൽ വെലോസിറ്റി യുന്റെ വാല്യൂ എത്രയാ? 0. അത് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ പറഞ്ഞത്? Draw the velocity time graph of a body of uniformly acceleration having an initial velocity 0 ആണോ? നെഹി, യു. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റുമോ? നെഹി. എവിടെ തുടങ്ങണം സാറേ? കുറച്ച് മുകളിൽ തുടങ്ങണം. അപ്പം ഈ മുകളിൽ തുടങ്ങാനുള്ള കാരണം അത് ബോഡിക്ക് ഏറ്റവും ആദ്യം കുറച്ച് വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ആയിരിക്കും എത്ര? വെരി ഗുഡ്. എന്നാ കുറച്ച് കഴിഞ്ഞപ്പോ യൂണിഫോം ആക്സിലറേഷനില് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ ഇതേ ഇവിടെ എത്തി. ഇപ്പൊ ആ ബോഡിയുടെ വെലോസിറ്റി മാറി. ഈ വെലോസിറ്റി ഇപ്പൊ എന്താ? ആ ബോഡിയുടെ അവസാനത്തെ വെലോസിറ്റി. അവസാനം ഇംഗ്ലീഷ് പറഞ്ഞ് ഫൈനൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെലോസിറ്റി ആയിരിക്കും നമ്മുടെ എന്ത് വെലോസിറ്റി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി. ഫസ്റ്റ് ചോദ്യം പരിപാടി കഴിഞ്ഞു. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി ഹാവിംഗ് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u ഫ്രം ദ ഗ്രാഫ്. ഇതല്ലേ സാധനം, പരിപാടി കഴിഞ്ഞു. എന്നാൽ അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇതേ ഗ്രാഫിൽ നിന്നും നമ്മൾ എന്ത് കണ്ടെത്തണം? ദ പൊസിഷൻ ടൈം റിലേഷൻ. അപ്പൊ ഈ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ പൊസിഷൻ ടൈം റിലേഷൻ വെച്ചാൽ പലർക്കും ഡൗട്ട് വരാം. അല്ല, എന്താ ഈ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് വെച്ചാൽ? സാറേ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു ഓർമ്മയുണ്ടോ? ഏത്? v = u + at, അതേപോലെ s = ut + half at square. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ ബേജാറൊന്നും വേണ്ട. പൊസിഷൻ എന്നുള്ള ആ കൺസെപ്റ്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ആരാ? എസ്. ടൈം അതെന്ത് ചോദ്യം? ടി. എസും ടിയും തമ്മിൽ ഇക്വേഷനുകൾ പറഞ്ഞ് v = u + at. അവിടെ എസ് എവിടെ? v² = u² + 2as. അവിടെ സാറേ നമ്മുടെ കറസ്പോണ്ടിങ് ആയ എസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ s = വെരി ഗുഡ്, s = ut + half × a × t². ഈ ഒരു ഇക്വേഷനെയാണ് നമ്മുടെ പൊസിഷൻ ടൈം റിലേഷൻ. സോ ഈ ചോദ്യം രണ്ട് രീതി ചോദിക്കാം. ഒന്നുകിൽ ഡിറൈവ് s = ut + half a t² എന്നോ, അല്ലെങ്കിൽ ഇതേപോലെ പൊസിഷൻ ടൈം റിലേഷൻ ചോദിക്കാം. അപ്പോ ഈ ഗ്രാഫിൽ ഇപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തണം? ഏറ്റവും ആദ്യം പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയ എസ് കണ്ടെത്തണം. എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തുക? ഷോർട്ട് കട്ട് ഇല്ലേ? എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിന്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഷെഡ് പോലെ വലിച്ചിട്ട് കണ്ടില്ലേ? ഈ താഴ്ഭാഗത്തുള്ള എന്ത് കണ്ടെത്തിയാൽ മതി? അത് ഷോർട്ട് കട്ടാണ്. ഏതൊരു ഗ്രാഫിന്റെയും നിങ്ങൾക്ക് ഏരിയ കണ്ടെത്തണമെങ്കിൽ ആ ഒരു ഗ്രാഫില് എന്താണോ നിങ്ങൾ വൈ ആക്സിൽ കൊടുത്തത് അത് ഇൻറ്റു എക്സ് ആക്സിലാണ്. ആരാ വൈ ആക്സിൽ ഉള്ളത്? വി. ആരാ? വിക്ടറിയാണോ? അല്ല സാറേ, വെലോസിറ്റി. ആരാ എക്സ് ആക്സിൽ ഉള്ളത്? തിരിച്ചു നിൽക്കുന്ന കണ്ടോ? ആരാ? ടൈം. വെലോസിറ്റി ടൈം പരിചയമുണ്ടോ? പരിചയമില്ല, കുഴപ്പമില്ല. എന്താ വെലോസിറ്റി ഇക്വേഷൻ? സാറേ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ടൈമേ
അങ്ങോട്ടേക്ക് പോടാ. ഓക്കെ, വിപരീത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ പരിചയമുണ്ടോ? വി ഇൻറ്റു ടി. നമ്മുടെ മനമേ എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയേ ഉള്ളൂ. ഏത് ഏരിയ, എന്തൊരു ഗ്രാഫിന്റെ ഏരിയ കണ്ടെത്തണമെങ്കിലും y ആക്സിൽ ആള് ഇൻറ്റു x ആക്സിൽ ആള്. പരിപാടി കിട്ടി. അപ്പൊ ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തണമെങ്കിൽ ദേ ഈ ഒരു സ്ഥാനത്തിന് താഴ്ഭാഗത്തുള്ള മൊത്തം ഏരിയ ഒരു രസമല്ലാത്തൊരു ഷേപ്പില് എന്തോ ഒരു ഉഷാർ തോന്നുന്നല്ലോ. അങ്ങനെയാണെങ്കിലേ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞാൻ നടുഭാഗത്തിലൂടെ ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഓ, ഇതിന് രണ്ട് ഭാഗമാക്കിയത് ഞാൻ ഈ ഭാഗം പരിചയമുണ്ടോ? നമ്മുടെ മച്ചാൻ ആര്? ട്രയാങ്കിൾ. താഴ്ഭാഗം നോക്കിയേ, നമ്മുടെ മുത്തുമണി ആരാ? റെക്ടാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഏരിയ അണ്ടർ ഏതാ? നമ്മുടെ വി ടി ഗ്രാഫ്. ആ ഒരു ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് കണ്ടെത്തണമെങ്കിൽ ഈ മുകൾ ഭാഗത്തെ രണ്ടാക്കിയ മുകൾ ഭാഗത്തെ ആള് അതാരാ സാറേ? ഒരു ട്രയാങ്കിൾ. ശരി. പ്ലസ് താഴ്ഭാഗത്തെ ആള് വെരി ഗുഡ്, വിച്ച് ഈസ് എന്താ? ഏരിയ ഓഫ്, എനിക്ക് എന്ത് പറയാൻ പറ്റും? റെക്ടാങ്കിൾ. എന്താ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. എന്താ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ? ബേസ് ഇൻറ്റു ഹൈറ്റ്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ആകെ 4 സ്റ്റെപ്പ്, 4 മാർക്ക്. സിംപ്ലോസ്റ്റി അല്ലേ? നമ്മൾ ചെയ്തു നോക്കാം. അപ്പൊ എനിക്കറിയാം ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. ഞാൻ പറഞ്ഞു എന്താണ് സർ? വെരി ഗുഡ്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. എന്താ ഒറിജിനൽ ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് പ്ലസ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. എന്താ? ആ റെക്ടാങ്കിളിന്റെ ബേസ് ഇൻറ്റു ഹൈറ്റ്. അല്ല, ഇവിടെ ഇപ്പൊ നോക്കി, ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് വെച്ചാൽ ഈ ചിഹ്നയല്ലേ? ഇയാള് പരിചയമുണ്ടോ? ഇവനല്ലേ നമ്മുടെ ടൈം ടി. അപ്പൊ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് വെച്ചാൽ ബേസ് ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര പറയാൻ പറ്റും? ടി ആണ്. ഇവനല്ലേ ടി എന്ന് വെച്ചാൽ ഈ ലെങ്ത്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടെത്താം? അല്ല, ഏതാ ഹൈറ്റ്? ഈ ചെങ്ങായല്ലേ നമ്മുടെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ടോട്ടലായ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാ? അവസാനത്തെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഈ ഡിസ്റ്റൻസ് എത്രയാ? നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഈ ഡിസ്റ്റൻസ് കണ്ടെത്തണമെങ്കിൽ ഈ ടോട്ടലായ ഡിസ്റ്റൻസ്, വെർട്ടിക്കലായ ഡിസ്റ്റൻസ് മൈനസ് യു. അതല്ലേ ഇതിന്ന് ഈ ചെങ്ങായി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവനെ കിട്ടും. ഇവനല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രയാങ്കിളിന്റെ ആ ഹൈറ്റ്. സോ ടോട്ടൽ വി, ഇത് എത്ര? യു മൈനസ് ചെയ്തുള്ള വെച്ചാ. അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ ട്രയാങ്കിളിന്റെ ആ ഒരു ബേസിന്റെ സ്ഥാനത്ത് ഹാഫ് ഇൻറ്റു എത്രയാ സാറേ ബേസ്? ഒന്ന് പറഞ്ഞേ. ടി ആണ്. എത്രയാ ഹൈറ്റിന്റെ വാല്യൂ? വെരി ഗുഡ്, വി മൈനസ് യു ആണ്. പ്ലസ് റെക്ടാങ്കിളിന്റെ ബേസ് ഇൻറ്റു ഹൈറ്റ്. റെക്ടാങ്കിളിന്റെ ബേസിന് എക്സ്ട്രാ കണ്ടെത്തണോ? ട്രയാങ്കിളിന്റെ ബേസും അതേപോലെ നമ്മുടെ റെക്ടാങ്കിളിന്റെ ബേസും ഇത് രണ്ടും ഒന്നല്ലേ? നല്ല രണ്ടും ഒരൊറ്റ തറയിലല്ലേ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിളിന്റെ ബേസും എനിക്ക് എന്തെന്ന് പറയാൻ പറ്റും? ടി. എന്തൊക്കെ റെക്ടാങ്കിളിന്റെ ഹൈറ്റ്? ഇതല്ലേ നമ്മുടെ റെക്ടാങ്കിൾ. ഹൈറ്റ് ദേ ചിരിച്ചു നിൽക്കുന്ന കണ്ടോ? ആര്? തുടക്കം ദേ ഈ ചെങ്ങായിയല്ലേ വെലോസിറ്റി. തുടക്കത്തിലുള്ള വെലോസിറ്റി അത് 0 അല്ലായിരുന്നു, യു ആയിരുന്നു. അതല്ലേ ഈ ഹൈറ്റ്. ഈ ഹൈറ്റിന്റെ ദൂരല്ലേ നമ്മൾ ഏറ്റവും ആദ്യം യു എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഹൈറ്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും? യു എന്ന് കൊടുക്കാൻ പറ്റും. ഇതെന്താ നമ്മുടെ എസ്. കഴിഞ്ഞു. രണ്ട് സ്റ്റെപ്പ് പരിധി ചെയ്യാൻ പോവാം. സോ ഇക്വേഷൻ ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അടുത്ത പേജിൽ ഒന്നുകൂടി എഴുതാം. സോ എസ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൽ പറ്റും? സെയിം സമയം ഒന്ന് എഴുതാൻ പോവാണേ. ഹാഫ് ഇൻറ്റു ദേ ഒന്ന് നോക്കിയാടാ, ടി ഇൻറ്റു വി മൈനസ് യു. ഓക്കെ സർ, ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് റെക്ടാങ്കിളിനെ മറക്കരുതേ. എത്രയാ? ടി ഇൻറ്റു യു. ഞങ്ങൾ എല്ലാവരും സമ്മതത്തോടു കൂടി യു ഇൻറ്റു ടി കൂടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സമ്മതം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അയാളെന്ന് വെച്ചാൽ എത്രയാ? വെരി ഗുഡ്, വിച്ച് ഈസ് എസിന്റെ കൺസെപ്റ്റ് കിട്ടി. അപ്പോ എസ് ഇസ് ഈക്വൽ ടു ആ യു ഇൻറ്റു ടി ഏറ്റവും ആദ്യം നമുക്ക് ലാസ്റ്റ് അല്ലേ വെറുതെ വിഷമിക്കാൻ നിൽക്കണ്ട. യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എനിക്ക് എത്ര എഴുതാൻ പറ്റും? ടി ഇൻറ്റു എത്രയാ? വി മൈനസ് യു. അല്ല, നമ്മളിപ്പം ചെന്ന് എത്തിക്കേണ്ട ഇക്വേഷൻ ഒന്ന് ബൾബ് എത്തിച്ച് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഏന്ന് വെച്ചാൽ എന്താ? ആരാ? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ സർ? വെലോസിറ്റിയുള്ള മാറ്റം. അതെന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി, അവസാനത്തെ വെലോസിറ്റി മൈനസ് ആദ്യത്തെ വെലോസിറ്റി ബൈ അതിന്റെ സമയം. ശരി, ടി വി മൈനസ് യു. വി മൈനസ് യു ബൈ ടി. ഓ ജസ്റ്റ് ഇൻറ്റു ടി. എന്ത് ചെയ്യാ? ഒരു കുഴപ്പമില്ല. ഒരു ടീനെ നമുക്ക് മുകളിലും താഴെയും മുകളിലും താഴെ ആയിക്കഴിഞ്ഞാൽ കട്ടായി പോലെ ഒരു പ്രശ്നമില്ല. വിളിച്ചത് വായിക്കാലോ. ഇൻറ്റു ടി ഡിവൈഡ് ബൈ ടി. എന്തായാലും കട്ടായി പോകും. ഇല്ല. എന്താ ചെയ്ത്? ഞാനിപ്പോ ഇൻറ്റു ടി ബൈ ടി ഒരു പ്രശ്നമില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നോക്കിയേ, വി മൈനസ് യു ഓക്കെ ഡിവൈഡഡ് ബൈ ടി. എന്താ? ആക്സിലറേഷൻ. വിളിച്ചിട്ട് അപമാനിച്ചില്ല. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു
വി മൈനസ് യു ബൈ ടി അല്ലേ ഇത് ആക്ച്വലി, കാരണം ടി ബൈ ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. വി മൈനസ് യു ഡിവൈഡ് ബൈ ടി എനിക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ മനമേ എ ഇൻറ്റു ടി ഇൻറ്റു ടി. അവരൊന്നിക്കെയാണ് സുഹൃത്തുക്കളെ, ടി ഇൻറ്റു ടി എത്രയാ? വെരി ഗുഡ്, ടി സ്ക്വയർ. സോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ. ടി എന്താ? ടൈം. നമ്മളോട് ചോദിച്ചാൽ എന്താ? പൊസിഷൻ ടൈം റിലേഷൻ. എന്താ ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. 1 2 3 4 മാർക്ക്. എങ്ങനെയുണ്ട്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? സെറ്റ് ആയിട്ടുണ്ടോ? ഉഷാറായിട്ടുണ്ടോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്ഥിരമായി ചോദിക്കുന്ന ഈ ചോദ്യമാണ്. എടാ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല ഉഷാറായി നല്ല ഹാപ്പി ആയി നിൽക്കുകയാണെങ്കിൽ മക്കളെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കത് ഈ ഒരു സാധനം ഇതൊന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡാഷ്. സിമ്പിൾ. വെലോസിറ്റി ടൈം, അതിനർത്ഥം ഇത് വൈ ആക്സിസ്, ഏറ്റവും ആദ്യം പറയുന്ന ആള് വൈ ആക്സിസ്, രണ്ടാമത് പറയുന്ന ആൾ എക്സ് ആക്സിസ്. ഷോർട്ട് കട്ട് എന്താ? ഏരിയ കണ്ടെത്തണമെങ്കിൽ വൈ ആക്സിസ് ഇൻറ്റു എക്സ് ആക്സിസ്. കമന്റ് ബോക്സ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഷെയർ ചെയ്യണം. ഇനി മുതൽ എല്ലാ ഓൺ എക്സാമിന്റെ എല്ലാ കാര്യങ്ങളും ഈ ചാനൽ ഉണ്ടാവും. ഫ്രണ്ട്സോട് എന്തായാലും ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആ കുത്തി കുട്ടിക്കാനുള്ള ബെല്ലൈക്കൺ ഒന്ന് ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.